ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇത്. നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെയും ചപ്പാത്തിയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ 1/2 കിലോ, സവാള 3 എണ്ണം നീളത്തിലരിഞ്ഞത്, തേങ്ങാപ്പാൽ 2 കപ്പ്, തക്കാളി 1 എണ്ണം നീളത്തിലരിഞ്ഞത്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, എണ്ണ 5 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഗ്രാമ്പൂ 5, തക്കോലം 1, കറുവപ്പട്ട 2 കഷ്ണം, ഏലക്ക 2, ഉരുളക്കിഴങ്ങ് 1 കഷ്ണങ്ങളാക്കിയത്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിത് ചട്ടിയിലാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായത് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായതും കറുവപ്പട്ട, ഏലക്ക, തക്കോലം, ഗ്രാമ്പൂ ഇതിനെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. സ്പൈസസ് മൂത്ത് നല്ല മണം വരുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേങ്ങ കൊത്തിട്ടാൽ മതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് കറിയിലൊക്കെ ഇടുന്നത്. ഇപ്പോൾ ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ഒന്ന് വേഗം വഴന്ന് വരാനായി നമുക്കൊരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം ഒന്ന് വഴന്ന് വന്നതും നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയതും നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് തീ കുറച്ചിടണം കേട്ടോ. ഇപ്പം നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു തക്കാളി അരിഞ്ഞതും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തീ വളരെ കുറച്ചിടണേ, മറക്കരുതേ. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും കുറച്ച് നേരത്തെ കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ കുറേശ്ശെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലിൽ കുറച്ച് വെള്ളം കൂടി ചേർത്താണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. നെയ്ച്ചോറിനും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ ഒരു കറിയാണിത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.